കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ തിരുവോണ ദിവസത്തിലുണ്ടാവുന്ന എല്ലാ വർഷവും ഓണപ്പുടവ ഓണപ്പുടവ സമർപ്പണമാണ്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐതിഹ്യവും കൂടിയുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഓണം ദേശീയോത്സവമാണ്. അതുപോലെ തന്നെ ഗുരുവായൂരിലും അതിങ്ങനെ വളരെ മനോഹരമായിട്ട് നടന്നു വരുന്നു. ആ തിരുവോണ സുദിനത്തിലെ തിരുവോണം നമസ്കാരം എന്ന പൗരാണികമായ ചടങ്ങും, ഇതിന് പുറമെ തിരുവോണം ദിവസം അതിരാവിലെ ഉഷനിവേദ്യത്തിന് ശേഷം പരിപാവനവും കൗതുകകരമായ ഒരു ചടങ്ങുണ്ട്, ഓണപ്പുടവ സമർപ്പണം. ഇത് 2012 മുതൽക്കാണ് ഭക്തജനങ്ങൾക്കും കൂടി ഇതിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടായത്. ഇത് ശരിക്കും ക്ഷേത്രം ഊരാളനായ മല്ലിശ്ശേരി നമ്പൂതിരിയാണ് വാമനമൂർത്തിയായ ഗുരുവായൂരപ്പന് മുടങ്ങാതെ എല്ലാ വർഷവും 2 നാക്കിലയിൽ 2 പാവുമുണ്ടുകൾ സോപാനത്ത് ഭക്തിപൂർവം സമർപ്പിച്ച് ഈ ചടങ്ങ് നിർവഹിക്കുക. ഇതിൻ്റെ ഒരു ചരിത്ര കഥയും ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: കേരളത്തിലെ വാർഷികോത്സവമായ പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണത്തിലെ ഭാഗവതോത്തമനും ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനും വിശിഷ്യ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഊരാളനുമായ മല്ലിശ്ശേരി നമ്പൂതിരി ചെറിയ കുട്ടികൾക്ക് പാവുമുണ്ട് ഓണപ്പുടവ നൽകുക പതിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നുള്ള ആ ഒരു ഇതിൽ ധനികനായിരുന്നു. കാരണം ഗുരുവായൂരപ്പൻ്റെ ഉത്തമ സേവകനൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ശീലം എല്ലാ തിരുവോണം നാളിലും വാമനമൂർത്തിക്ക് സമർപ്പിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടുകട്ടിലിൽ ഇരുന്നിട്ട് വലിയ നീളത്തിലുള്ള പാവുകൊണ്ട് മടക്കി വയ്ക്കാവുന്ന ഒരു പീശാങ്കത്തി കൊണ്ടിങ്ങനെ സ്വയം മുറിച്ച് കുറേ അധികം ചെറിയ കുട്ടികൾക്ക് കൊടുക്കും. ഇക്കാര്യം വളരെ ശ്രദ്ധാപൂർവമായിട്ടായിരുന്നു മല്ലിശ്ശേരി നമ്പൂരി ചെയ്തിരുന്നത്. ഒരവസരത്തിൽ അനവധി കുട്ടികൾക്ക് ഇത്തരത്തിൽ മുറിച്ചു കൊടുക്കുന്നതിനിടയിൽ ഓണപ്പുടവ വാങ്ങാൻ വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നല്ല ഒരു സുമുഖനും ചുറുചുറുക്കുള്ളവനും വാചാലനുമായ ഒരു കൗതുകമേറിയൊരു ഉണ്ണി ഉണ്ടായിരുന്നു. ആ ഉണ്ണി മല്ലിശ്ശേരിയുടെ അടുത്ത് വന്നിട്ട് ഒരു ഓണക്കോടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓണക്കോടിക്ക് കൈ നീട്ടി. അപ്പോൾ ആ കുസൃതിയുടെ വലം കൈയിൽ ഒരു ഓണക്കോടി കൊടുത്തു. അപ്പോൾ സന്തോഷഭാവത്തോടെ ആ മുണ്ട് സ്വീകരിച്ച ശേഷം ചിരിച്ചുകൊണ്ട് ഒരു കയ്യിൽ മുണ്ട് വാങ്ങിയ ശേഷം മറ്റേ കയ്യിലും വേണമെന്ന് പറഞ്ഞു. ആ മല്ലിശ്ശേരി പറഞ്ഞു, മല്ലിശ്ശേരിക്ക് കുട്ടികളെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ നല്ല ഒരു താല്പര്യം ഉണ്ടായി. ഞാൻ ഒരു മുണ്ട് തന്നോലോ ഉണ്ണിക്ക്, പിന്നെ എന്താന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 2 കയ്യിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മിടുക്കനായ ഉണ്ണി കൊഞ്ചിക്കൊണ്ട് മല്ലിശ്ശേരി നമ്പൂരിയോട് 2 തവണ ആവശ്യപ്പെട്ടു. മല്ലിശ്ശേരിയുടെ മനസ്സലിഞ്ഞുപോയി. എന്തായാലും ചെറിയ കുട്ടിയല്ലേ, കുട്ടി വന്ന് ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇശാങ്കത്തി കൊണ്ട് ഒരു മുണ്ടും കൂടി മുറിച്ച് ആ കുസൃതിയുടെ മറ്റേ കയ്യിലും കൊടുത്തു. മുണ്ട് കിട്ടിയപ്പോൾ ആ കുട്ടിയുടെ ഭാവം മാറി. കുട്ടി എന്താ പിന്നെ പറയണേ, അതേ ആ തിരുമേനിയുടെ ആ കയ്യിലുള്ള ആ പിശാങ്കത്തിയും കൂടി എനിക്ക് തരുമോ എന്നായി അടുത്ത ചോദ്യം. മല്ലിശ്ശേരിക്ക് ആകെ വെപ്രാളായി. ഇതിപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കണത്, ഈ ചെറിയ കുട്ടിക്ക് ഇപ്പോൾ ഇത് പിശാങ്കത്തി കൊടുത്താൽ എന്താ ഉണ്ടാവുക. അപ്പോൾ വളരെ ഭക്തനായ മല്ലിശ്ശേരിക്ക് ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം ഹൃദയത്തിൽ തട്ടി. അദ്ദേഹം അതുവരെ മുണ്ട് മുറിച്ചിരുന്ന ആ പിശാങ്കത്തി തെല്ല് കുറച്ച് പരിഭ്രമത്തോടു കൂടിയാണെങ്കിലും ആ കുഞ്ഞു കയ്യിൽ വെച്ചു കൊടുത്തു. എന്നാൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മല്ലിശ്ശേരി അന്ന് രാത്രി മുഴുവനും ആ പകൽ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ആലോചിച്ച് ആ കുസൃതിയുടെ മുഖഭാവവും കുസൃതി നിറഞ്ഞ ചോദ്യങ്ങളൊക്കെ മനസ്സിന് സന്തോഷം കൊണ്ട് ഇങ്ങനെ ആയി. എന്നാലും തൻ്റെ മുമ്പിൽ വന്ന് പാവുകൊണ്ട് 2 വേണമെന്ന് പറഞ്ഞു വന്ന ആ മിടുമിടുക്കനായ ഉണ്ണി ആരായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവോണത്തിൻ്റെ തലേദിവസം ഉത്രാടത്തുനാളായിരുന്നു അത്. കുട്ടികൾക്ക് ഓണപ്പുട നൽകിയിരുന്നത്. അന്ന് ആ ക്ഷേത്രത്തിൽ പല മഹത്തുക്കളായ ഭക്തന്മാരുടെ വക വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ദേവസ്വം വക ചേരിക്കല്ലുകളിൽ നിന്നൊക്കെ ദൂരെയുള്ള ദേവസ്വം ഭൂമികളിൽ നിന്നൊക്കെ പാട്ടക്കാർ വലിയ വലിയ നേന്ത്രക്കുലകളും പച്ചക്കറികളും ഗുരുവായൂരപ്പൻ്റെ കൊടിമരത്തറയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കും. മറ്റു സംഭവങ്ങളും അതിൻ്റെ എല്ലാം കാര്യസ്ഥതയും ആലോചിച്ച് ക്ഷീണിതനായ മല്ലിശ്ശേരി നമ്പൂരി നിദ്രയിലാണ്ടു. പിറ്റേ ദിവസം തിരുവോണ സുദിനത്തിലെ മേശാന്തി ശ്രീകോവിൽ നട തുറന്നു. നിർമ്മാല്യ ദർശനശേഷം മാലകളും തിലകങ്ങളൊക്കെ മാറ്റുമ്പോൾ ഗുരുവായൂരപ്പൻ 2 തൃക്കൈകളിലും
ഓരോ ചെറിയ പാവുമുണ്ടുകൾ. അപ്പോൾ ഇതെന്താ ഇപ്പോൾ ഇത് എങ്ങനെ വന്ന് അദ്ദേഹത്തിനൊരു പിടിയില്ല. അങ്ങനെ അലങ്കാര സമയത്ത് താനിങ്ങനെ ഒരു മുണ്ടുകളൊന്നും ഗുരുവായൂരപ്പൻ്റെ തൃക്കൈയിൽ വെച്ചിട്ടില്ലല്ലോ. മാത്രമല്ല അത്താഴപൂജ സമയത്തും അതിന് ശേഷവും ഇത്തരം ഒരു പാവുമുണ്ട് ഗുരുവായൂരപ്പൻ്റെ തൃക്കൈയിൽ ചാർത്തിയിട്ടുമില്ല എന്ന ആലോചനയിൽ മേൽശാന്തി ഇങ്ങനെ ചിന്താവിഷ്ടനായി. ഇതാരാണ് വിഗ്രഹത്തിൽ വെച്ചത്? അന്ന് അദ്ദേഹം മറ്റു പൂജ കഴിക്കാൻ വന്ന ഓദിക്കന്മാരോടൊക്കെ അന്വേഷിച്ചു. ആരും അങ്ങനെ ഒരു മുണ്ട് ഭഗവാന് ചാർത്തിയതായിട്ട് പറഞ്ഞിട്ടില്ല. അവർക്കൊന്നും ഇങ്ങനെ ഒരു മുണ്ടിനെ പറ്റിയിട്ട് ആരും കൊണ്ടുവന്ന് തന്നതായിട്ടും ഓർമ്മയില്ല. പിന്നെ ഇതെങ്ങനെ വന്നു, ഭഗവത് വിഗ്രഹത്തിൽ ഇതെങ്ങനെ വന്നു, അതാണ് ഇപ്പോൾ കാര്യം. അങ്ങനെ ചർച്ചാവിഷയമായി. തത്സമയം തന്നെ ദർശനത്തിന് വന്ന ഊരാളൻ ഭക്തനായ മല്ലിശ്ശേരിയെ വിവരം ധരിപ്പിച്ചു. അദ്ദേഹത്തിന് ആകെ പരിഭ്രമമായി. അതിനും കാരണമുണ്ട്. രാത്രി തൃപ്പുക കഴിഞ്ഞ് മേശാന്തി ശ്രീകോവിൽ നട അടച്ച് പൂട്ടിയാൽ പിന്നെ മറ്റാർക്കും പ്രവേശനമില്ല. ഇതെന്തൊരവസ്ഥ! മേശാന്തി വിഗ്രഹത്തിൽ നിന്നും ലഭിച്ച പാവുണ്ടുകൾ ഊരാളനായ മല്ലിശ്ശേരിയെ നേരിൽ കാണിച്ചു. ക്ഷേത്രത്തിൻ്റെ പരിപൂർണ നടത്തിപ്പ് ചുമതല മുഴുവനും മല്ലിശ്ശേരി നമ്പൂതിരിക്ക. പലരും പരിഭ്രമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടക്ക മറിച്ചിലായി. എന്താ ഇപ്പം ഉണ്ടാവുക, എന്തുണ്ടായി, എങ്ങനെ, അതിപ്പോൾ പൊതുവെ പറയാനില്ലല്ലോ. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയും. മേശാന്തി അറിയാതെ 2 പാവുമുണ്ടുകൾ എങ്ങനെയാണ് വിഗ്രഹത്തിൽ കാണാനിടയാതെ? സമയം നീങ്ങി. അഭിഷേകാദി ചടങ്ങുകളൊക്കെ ആരംഭിക്കണം. മല്ലിശ്ശേരിയും പരുങ്ങല്ലായി. അപ്പോൾ ഗുരുവായൂരപ്പാ, എന്തിനാണ് ഈ പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് മനം നൊന്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ശ്രീലകത്തുനിന്ന് ഒരശരീരി രൂപേണ, ഇത് എൻ്റെ ഭക്തനായ മല്ലിശ്ശേരി എനിക്ക് സമ്മാനിച്ച ഓണപ്പുടവയാണ്. നീട്ടി കാണിച്ച എൻ്റെ 2 കൈയിലും ഓരോ പുതിയ പാവുമുണ്ട് തന്നു. പോരാതെ മുണ്ട് മുറിച്ച കത്തിയും എനിക്ക് തന്നു. അപ്പോഴാണ് മല്ലിശ്ശേരിക്ക് ഓർമ്മ വന്നത്. ആ സത്യം ബോധ്യമായത്. ഇന്നലെ തന്നോട് കുസൃതിക്കാരനായ ഒരു ഉണ്ണിയായിട്ട് വന്നതും 2 മുണ്ടും ചോദിച്ചു, 2 കൈയിലും ചോദിച്ചതും പീശാങ്കത്തി ചോദിച്ചതൊക്കെ ആ കരുണാമൂർത്തിയായ ബാലഗോപാലനായ ഗുരുവായൂരപ്പനാണെന്ന് മല്ലിശ്ശേരിക്ക് അങ്ങനെ മനസ്സിലായി. ആകെ മനസ്സൊക്കെ നിറഞ്ഞ് ആ സങ്കടവും സന്തോഷവും ആനന്ദാശ്രു അങ്ങനെ കണ്ണുകളിൽ നിന്നിങ്ങനെ പൊഴിഞ്ഞു. ആ മല്ലിശ്ശേരി ആ ഭക്തപ്രിയനായ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ അങ്ങ് സാഷ്ടാംഗം നമസ്കരിച്ചു. തത്സമയം അവിടെ ഉണ്ടായിരുന്ന മേശാന്തിയും ക്ഷേത്ര പരിചാരകരും അവിടെ കൂടിയ ഭക്തന്മാരും എല്ലാം അത്ഭുതസ്പന്ദരായി. മല്ലിശ്ശേരി നമ്പൂതിരിക്ക് ലഭിച്ച ഭാഗ്യത്തെ മുക്തകണ്ഠം പ്രശംസിച്ചു. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പാ, നാരായണ എന്നിങ്ങനെ മന്ത്രോച്ചാരണങ്ങളോടെ അവർ മല്ലിശ്ശേരിയെ വണങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പല സവിശേഷ ആചാരങ്ങളും ഇന്നും നടന്നു വരുന്നുണ്ട്. അന്നു മുതലാണ് എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം മല്ലിശ്ശേരി നമ്പൂതിരിയുടെ വകയായിട്ട് 2 ഓണപ്പുടവ ഗുരുവായൂരപ്പന് സമർപ്പിക്കും. മേശാന്തി അത് ഭഗവത് വിഗ്രഹത്തിൽ ചാർത്തുകയും ആണ് ചെയ്യാറ്. ഈ സന്നിധിയിലാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ മഹാത്മാക്കൾ അനവധിയാണല്ലോ. മേൽപ്പത്തൂര്, അതേപോലെ നാരായണീയം കൊണ്ട് ഉപാസിച്ച് നമ്മളെ പഠിപ്പിച്ചതും വിചിത്ര രൂപസ്തവകന്യനു അനുഗ്രഹ എന്നല്ലേ ഗുരുവായൂരപ്പൻ ആരെ എപ്പോൾ ഏത് വിധത്തിലാണ് അനുഗ്രഹിക്കുന്നത് എന്ന് ആർക്കറിയാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകൾക്കും ഓരോ അനുഭവങ്ങൾ സാക്ഷിയാണ്. ഇന്നും മല്ലിശ്ശേരി മനയിലെ കാരണവർ തിരുവോണ ദിവസം ഗുരുവായൂരപ്പന് 2 തൃക്കൈകളിലും 2 ഓണപ്പുടവ സമർപ്പിക്കും. അതുപോലെ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ആദ്യത്തെ ആ സന്താനത്തിന് കൃഷ്ണൻ എന്നുള്ള നാമകരണം ചെയ്ത് ആ ഒരു രീതി ഇന്നും തുടർന്നു വരികയാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഓണപ്പുടവ അതിനെ പറ്റിയിട്ടുള്ള കഥയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.